ഇവൻ എന്റെ കൂട്ടുകാരനാ, ഒപ്പം കൂടെ കിടക്കണതാ. പക്ഷെ ഇവനൊരു പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാല് ഞാൻ അതിൽ എതിർക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ പീഡിപ്പിച്ചിട്ടുണ്ടാവും, പീഡിപ്പിക്കാണ്ടിരിക്കുക. കുട്ടികൾ കൂടി മത്സരിച്ച് ജയിക്കട്ടെ. ചീറ്റപ്പുലി ജയിക്കാൻ അവരോട് ജയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ പുലികളാണ്. പട്ടികളെ മത്സരിച്ച് ജയിക്കട്ടെ. എന്തിനാണ് പുലി വെറുതെ പട്ടികൾ മത്സരിക്കാൻ നിങ്ങൾ തരം താഴേണ്ട ആവശ്യമില്ലല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു കൊണ്ടുവരാൻ കാരണം വെച്ചാൽ വയനാടിന്റെ വിഷയത്തിൽ അവന്റെ പേരെന്താ അഖിൽമാരാര് കൊണ്ടുവന്ന വിഷയം. ആളും ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ഈ പെട്ടെന്ന് ഉണ്ടാക്കിയല്ലോ, ഇന്നലെ ഞാൻ ഉണ്ടാക്കിയല്ലോ. കുറുമ്പിയത്ത ഇലിയാവണവരെ ഇലിയത്ത ആ ഒരു സംഭവം ഉണ്ടല്ലോ. മലയാളികൾ എന്തായാലും അവിഹിതം കേട്ടാല് മറ്റാള് മോഹൻലാൽ മറ്റാളെ പിടിച്ചു, മമ്മൂട്ടി മറ്റാളെ പിടിച്ചു എന്ന് പറഞ്ഞാല് എന്തായാലും ആൾക്കാരെ കാണാതിരിക്കും. ഇപ്പോ ന്യൂസ് ചാനലുകളിൽ 2-3 ദിവസമായിട്ട് വാർത്ത അറിയാലോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. പല നടന്മാരുടെ പേരൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മുകേഷ് ആയാലും ജയസൂര്യ, സിദ്ദീഖ്, ഇവരുടെ പേരൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതില് എല്ലാവരും അവരുടേതായ സ്റ്റാൻഡൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജഗദീഷ് അയാളുടെ സ്റ്റാൻഡ് പറഞ്ഞു, അതായത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ലഭിക്കട്ടെ. അല്ലെങ്കിൽ പൃഥ്വിരാജ് വന്ന് പറഞ്ഞു, ടോവിനോ വന്ന് പറഞ്ഞു, പല നടന്മാരും വന്ന് പറഞ്ഞു. പക്ഷെ ഇതിൽ അഭിപ്രായം പറയാത്ത 2 മലയാളത്തിലത്തെ താരരാജാക്കന്മാരെ അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ട് അവർക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ പോലും വന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്? മമ്മൂട്ടി മോഹൻലാൽ ഉദ്ദേശിച്ചത് ബിഗ്ഗംസിനെ ഉദ്ദേശിച്ചാൽ അവരെ പറയേണ്ട ആവശ്യമുള്ള കാര്യമില്ല. അവരെന്നാലും മലയാളത്തില് അറിയപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷെ പറഞ്ഞാല് ഈ മുകേഷ് ആയാലും സിദ്ദീഖ്, മുകേഷ് ഇവര് രാജിവെച്ചിട്ട് മാറിയിട്ടില്ല. രാജിവെച്ചിട്ട് അന്വേഷിച്ച് കണ്ടെത്തിട്ടാണ്. പക്ഷെ അതൊന്നല്ല ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വരാണ്ടായ കാരണമാണ് ചോദിക്കുന്നത് അല്ലെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പൊ പുറത്തു കൊണ്ടുവരാൻ കാരണം വെച്ചാൽ വയനാടിന്റെ വിഷയത്തില് അവന്റെ പേരെന്താ അഖിൽമാരാര് കൊണ്ടുവന്ന വിഷയം. അഖിൽമാരാര് സർക്കാരിനെതിരെ സംഭവം കൊണ്ടുവന്നപ്പോ അതിനെ സൈഡാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാളും പൂത്തി വെച്ചിരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവന്നത് അല്ലേ. അങ്ങനെയാണോ വിശ്വസിക്കുന്നത്? അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അല്ലാണ്ട് ഇത്രയും നാളില്ലാത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ കൊണ്ടുവരാൻ വാർത്താ ചാനൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞാൻ രാഷ്ട്രീയം ഉണ്ടായിട്ട് പറയണല്ല, എനിക്ക് രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയമില്ലാന്നല്ല, രാഷ്ട്രീയം പറയണല്ല. ഇത് ഈ ഹേമ കമ്മിറ്റി പുറത്തു വരാനുള്ള രാഷ്ട്രീയം ഇപ്പൊ ഈ എന്താണ് വയനാടിന്റെ ഇഷ്യൂ, വയനാട്ടിലെ ഇഷ്യൂല് അഖിൽമാരാര് കൊണ്ടുവന്ന വിഷയമാണെന്നാണ് എന്റെ തോന്നല്. വിശ്വാസം എന്ന് പറയാൻ പറ്റില്ല, വിശ്വാസം വിചാരിക്കുന്നു. അങ്ങനെ അവരാണ് സാധ്യത. കാരണം വെച്ചാൽ ഇത്രയും നാളും ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ഈ പെട്ടെന്ന് ഉണ്ടാക്കിയല്ലോ, ഇന്നലെ ഞാൻ ഉണ്ടാക്കിയല്ലോ. ഇത്രയും നാൾ കയ്യിൽ ഇരുന്നിട്ട് അഖിൽമാരാര് മറ്റേ കുറെ എന്താ KSFക്ക് എന്തിനായിരുന്നു ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് 84 കോടി രൂപ ചെലവാക്കി എന്നൊക്കെയുള്ള കണക്ക് പുറത്തിറക്കിയപ്പോ അതിനെ കവർ ചെയ്ത് പുതിയൊരു വലിയ ന്യൂസ് കൊണ്ടുവരാൻ മറ്റേ പറയില്ലേ ഉറുമ്പിയത്ത ഇലിയാവണവരെ ഇലിയത്ത ആ ഒരു സംഭവം ഉണ്ടല്ലോ. ഒരു ന്യൂസ് മറക്കാൻ മറ്റൊരു ന്യൂസ്. മലയാളികൾക്ക് ഈ കുത്സിതങ്ങൾ ഇഷ്ടപ്പെടുന്നായിരുന്നു. ഈ കുത്സിതത്തിൽ പെട്ട സാധനമാണുള്ളത് അല്ലെ. അപ്പൊ ഈ മലയാളികളുടെ ടെക്നിക്ക് കൊടുത്താ ഇവരെന്തെങ്കിലും പൊട്ടിക്കാൻ പറ്റിയ സാധനം, എന്തെങ്കിലും ഒരു സാധനം വരുമ്പോ അതിന്റെ മുകളിൽ വെക്കാൻ പറ്റിയ കുത്സിതാണിത്. മലയാളികൾ എന്തായാലും അവിഹിതം കേട്ടാല് മറ്റാള് മോഹൻലാൽ മറ്റാളെ പിടിച്ചു, മമ്മൂട്ടി മറ്റാളെ പിടിച്ചു എന്ന് പറഞ്ഞാല് എന്തായാലും ആൾക്കാരെ കാണാതിരിക്കും. അവർക്ക് വയനാടത്തെ 10 കോടി പോയതോ അല്ലെങ്കിൽ മറ്റേ CMRF വന്ന ഫണ്ട് പോണതോ അവർക്ക് ബാധിക്കുന്ന കാര്യം. അവർക്ക് എന്താണ് പൃഥ്വിരാജ് ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ, പിടിച്ചാലേ വീട്ടേ ആ ക്യൂരിയോസിറ്റിയാണ് ഒരു മുതലാക്കിയിട്ട് വിഷയമാക്കിയാണ് എന്റെ തോന്നല്. അതാണ് സത്യമായിട്ടുള്ള രീതിയിൽ രാജിവെച്ച് വേണമെങ്കിൽ അന്വേഷണം വിധേയമായിട്ട്. ഇപ്പൊ ഒരു അഭിപ്രായം പറയണ്ട. ഇപ്പൊ മുകേഷ് ആയാലും സിദ്ദീഖിന്റെ കൂടെ അവരെ തുടക്കകാലത്ത് കണ്ടിട്ടില്ലേ, അതായത് ഈ കുറെ പട്ടികള് മത്സരത്തിന് വേണ്ടി തയ്യാറായിട്ട് നിൽക്കണം. ബാക്കിൽ ചീറ്റപ്പുലി ഇങ്ങനെ ഇരിക്കുന്ന സംഭവം. പട്ടികൾ കൂടി മത്സരിച്ച് ജയിക്കട്ടെ. ചീറ്റപ്പുലി ജയിക്കാൻ അവരോട് ജയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ പുലികളാണ്. പട്ടികളെ മത്സരിച്ച് ജയിക്കട്ടെ. എന്തിനാണ് പുലി വെറുതെ പട്ടികൾ മത്സരിക്കാൻ നിൽക്കുന്നത്? തരം താഴേണ്ട ആവശ്യമില്ലല്ലോ. ഇത് മത്സരമല്ലല്ലോ, നമ്മളെ ഒരു അഭിപ്രായം പറയലല്ലേ. അഭിപ്രായം മത്സരിച്ച് ജയിക്കുമ്പോഴാണ് ഞാൻ സംഭവം പറയാം. ഇപ്പോ ഇന്നലെ ജയസൂര്യ തിരിച്ചൊരു സംഭവം പറഞ്ഞപ്പോൾ ആ പെണ്ണ് പെട്ടെന്ന് മാറ്റിയല്ലോ. പെണ്ണിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ജയസൂര്യ എല്ലാം ആക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ അതുപോലെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. മോഹൻലാലും മമ്മൂട്ടി ആയാലും എന്തെങ്കിലും ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ? ഇപ്പൊ മോഹൻലാൽ ഇപ്പോ ഇതിനെ ഫേവർ ചെയ്ത് സംസാരിച്ചു, അതായത് ഹേമ കമ്മിറ്റിനെ ഫേവർ ചെയ്ത് സംസാരിച്ചാൽ അപ്പൊ തന്നെ പുതിയ വാർത്ത വരും, സംഭവം സത്യമാണ്, മോഹൻലാൽ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു വരും. മമ്മൂട്ടി ചെയ്താൽ തന്നെ വരും. അതല്ല ഹേമ കമ്മിറ്റിനെ എതിർത്ത് കഴിഞ്ഞാൽ പറയും മോഹൻലാൽ ഇതിൽ ഉൾപ്പെട്ടുണ്ടെന്ന് പറയും. മലയാളികളാണ് കാര്യം. അല്ല, അതിന് ഉന്നയിക്കുന്ന വാർത്തകളിൽ എത്ര സത്യസന്ധത ഉണ്ട്? 2-3 സ്ത്രീകൾ വന്നിട്ട് വാർത്തകൾ ഉന്നയിച്ച്. ഇപ്പോ അതുകൊണ്ടാണ് ഇതുവരെ സ്ത്രീകളോട് അവർക്ക് ധൈര്യം നമുക്ക് വരാൻ പറ്റില്ല. കാരണം ഇപ്പൊ നമ്മളെന്താ പറയാ, ഈ തെങ്ങിന്റെ മറ തൊട്ട് എല്ലാ ബസ്സിന്റെ കോർണറിലും ഇപ്പൊ ഈ മറൈൻ ഡ്രൈവിലായാലും കുറെ സ്ഥലങ്ങളിൽ പെണ്ണുങ്ങള് ഇത് ഇപ്പത്തെ കേസല്ലല്ലോ, കുറച്ച് മുന്നേ പലയിടത്തും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. സിനിമ മേഖലയിൽ മാത്രമല്ലല്ലോ. ഒരു ബസ്സിന്റെ ഉള്ളിൽ ഒരു പെണ്ണ് ചൂഷണം ചെയ്യപ്പെടുന്നതല്ല ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ വാർത്തയാക്കുമ്പോ ഇതും വാർത്തയാവേണ്ടതാണ്. പക്ഷെ
പക്ഷെ അന്ന് ഇത്ര മീഡിയാസ് വാല്യൂ ഉണ്ടായിരുന്നില്ല. ഇതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം കൊണ്ടു പൊട്ടിച്ചതിനാണല്ലോ. ഞാൻ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. അന്ന് ന്യൂസ് വാല്യൂ ഉണ്ടാക്കുക, അന്ന് ഈ സാധനം പറയണമെങ്കിൽ ഇത്ര സംഭവം ഇല്ലായിരുന്നു. ഇന്നിപ്പോ ഈ നമ്മുടെ വയനാട്ടിലെ സംഭവം, വയനാട്ടിൽ മൊത്തമായിട്ടുള്ള CMRF ഫണ്ടിന്റെ കാര്യങ്ങൾ 4 വർഷം മറച്ചു വെച്ചത് ഇത് ഒരു വിഷയം വന്നതുകൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. ഇനി അവരുടെ അടുത്ത് ഇങ്ങനെ കുറെ പൊട്ടിക്കാനുള്ള ബോംബുകളുണ്ടാവും, ഓരോ വിഷയങ്ങൾ. അപ്പൊ ഈ സർക്കാരിനല്ല, വേറെ സർക്കാരായാലും വരുമ്പോ അവരുടെ അടുത്ത് ഇങ്ങനെ പൊട്ടിക്കാൻ ഒരു ബോംബുണ്ടാവും. അതായത് പിണറായിയുടെ രാഷ്ട്രീയ തന്ത്രം എന്നാണ് മൊത്തത്തിൽ പറഞ്ഞിരുന്നത്. ഞാനൊരാളെടുത്ത് പറഞ്ഞില്ല, ഒരു വാർത്തേനെ കവർ ചെയ്യാൻ പറ്റൊരു വാർത്ത എന്ന് പറഞ്ഞു. പിണറായി ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, പിണറായി അല്ല സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദ്ദേശിച്ചത് അങ്ങനെയാണെന്ന് വിചാരിക്കാലോ. അങ്ങനെയാവാൻ വേണമെങ്കിൽ അങ്ങനെയാവുന്നല്ല, അതിനെ ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരാളെ എടുത്തു പറഞ്ഞല്ലേ, എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യുന്നുണ്ട്. എനിക്ക് എന്റെ രാഷ്ട്രീയം ഉണ്ട്. പക്ഷെ നമ്മള് എന്താ പറയാ, എല്ലാ തെറ്റും വരുമ്പോൾ, അതായത് ഞാനിപ്പോ ഇവനെ തല്ലി, ആ ഒരു സംഭവം മറയ്ക്കാൻ വേണ്ടിട്ട് ഞാൻ വേറെ കുളത്തിക്കല്ല് ഇവിടെ ശ്രദ്ധിക്കാണ്ടിരിക്കാൻ വേണ്ടി കുളത്തിക്കല്ല് നല്ലപ്പെട്ട സൗണ്ട് കൊടുത്ത് നോക്കും. ഇവനെ തല്ലിയതാരും കാണാൻ പോലില്ല. അത്രേ ഉള്ളൂ സംഭവം. എന്താ വിചാരിക്കുന്നത്? വാർത്തകള് മാധ്യമങ്ങള് പറയുന്ന സംഭവല്ലേ, അത് സത്യമാണോ? അതിപ്പോ സത്യമാണോ നമ്മള് വന്നിട്ടില്ല. മാധ്യമങ്ങള് പറയണതല്ലേ, മാധ്യമങ്ങള് പറയണതല്ലേ. ഈ വാർത്തകൾ ഉന്നയിക്കുമ്പോ അതിന് ഇപ്പോ താരങ്ങളെ കുറിച്ചിട്ടാണ് പറയണം. താരങ്ങളെ കുറിച്ച് പറയുമ്പോ താര രാജാവ് പറയുന്നുണ്ട്. അതായത് മലയാളത്തിന് ഉന്നത 2 നടന്മാര് തന്നെയാണ്, അല്ലെങ്കിൽ താരരാജക്കന്മാർ തന്നെയാണ് മമ്മൂട്ടി, മോഹൻലാൽ. ഇവർക്കെന്തോ ഇതിലൊരു അഭിപ്രായം അല്ല, ഇവര് തുറക്കുന്നില്ല എന്നാണ് മീഡിയാസ്. ജനങ്ങൾക്ക് ഇവർക്ക് എന്താണ് പേടി? അവര് തുറക്കേണ്ട ഒരു ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അവർക്ക് ആവശ്യമില്ല. ഇപ്പം നേരത്തെ ഇവൻ പറഞ്ഞ പോലെ തന്നെ അവര് സംസാരിക്കേണ്ട ആവശ്യമില്ല. അവർക്കെതിരെ വന്നാലല്ലേ അവർ സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ല, കണ്ട ഒരു സുഹൃത്തിനെതിരെ എന്തെങ്കിലും കംപ്ലൈന്റ് പറയുമ്പോ സുഹൃത്തെ അയാൾ അങ്ങനെ ചെയ്യില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വരുമല്ലോ. ഇതിപ്പോ സംഭവം അവരെടുത്തു കഴിഞ്ഞാല് എന്റെ കൂട്ടുകാരനാ കൂടെ നടക്കണതാ. ശിവനൊരു പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാല് ഞാൻ അതിൽ എതിർക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോ പീഡിപ്പിച്ചിട്ടുണ്ടാവും, പീഡിപ്പിക്കാണ്ടിരിക്കുക. വലിയ ആയുധങ്ങൾ എല്ലാവരുടെ അടുത്തുണ്ടല്ലോ. അത് മാത്രല്ല പീഡിപ്പിക്കാനുള്ള ആയുധം എല്ലാവരുടെ അടുത്തുണ്ട്. ഇപ്പൊ മോഹൻലാൽ ഇപ്പൊ അവന്റെ പേരെന്താണ്, മുകേഷ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നാല് മോഹൻലാലിനെ അറിയില്ല ഈ മുകേഷ് പോയിട്ടുണ്ടോ ഇല്ലെന്ന്. ഞാനിപ്പോ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു, അതായത് മോഹൻലാൽ മുകേഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം തെളിയാണ് മുകേഷ് പീഡിപ്പിച്ചെന്ന് മോഹൻലാലിന് അറിയാം. വേണ്ടാത്ത വലക്കെടുത്ത് തലവേക്കണം. മോഹൻലാലിനെതിരെ മോഹൻലാൽ സംസാരിക്കണം. പക്ഷെ പലരും പറയണത് ഇവര് ഇത്ര കാലം ഇത്ര കാലം നടന്ന ഇതാണെങ്കിൽ ഇത്ര അനുഭവമുള്ള 2 പേരാണ് ഇവരെ. അതായത് ഏകദേശം ഇവര് നടന്നത് എന്താന്ന് ഇവർക്ക് അറിയുന്നത് കൊണ്ടാണ് ഇവര് മുന്നിൽ വരാൻ ധൈര്യപ്പെടാത്തത് എന്നാണ് പറഞ്ഞു വരുന്നത്. നമുക്കാണ് അല്ല, അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കണത്. അവർക്ക് അതിൽ സത്യം ഉണ്ടോ ഇല്ലേന്ന് അറിയാണ്ട് അവർക്ക് അതിനെതിരെ അവര് സംസാരിക്കാനൊക്കെ പറ്റില്ല. സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് വിചാരിക്കുന്നത്. അതന്നെയാണ് വിചാരിക്കുന്നത്.